CPM-ന്റെ ജമ്മു കാശ്മീർ MLA മുഹമ്മദ് യൂസഫ് തരിഗാമി അദ്ദേഹം പറയുന്നത് ഒരു തരി അല്ലേ? അതെ, അദ്ദേഹം പറയുന്നത് ഈ കശ്മീരിലെ ചില ഭീകരരുടെയൊക്കെ വീടുകൾ തദ്ദേശവാസികളൊക്കെ ഇടിച്ചു നിരത്തി. തദ്ദേശവാസികളല്ല, ജമ്മു കാശ്മീരിലെ ഭരണകൂടം ആർമി ഉൾപ്പെടെയാണ് ചെയ്തത്. അത് തെറ്റാണെന്നാണ് പറയുന്നത് CPM നേതാവ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്താ വരാത്തത്, എന്തേ വൈകിയത് ഇത്രയൊന്നും. ഇനിയിപ്പോൾ നോക്കൂ, തരിഗാമി അങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോൾ കേരളം മുഴുവൻ, പ്രത്യേകിച്ച് കേരളമാണല്ലോ ഇപ്പോൾ ഈ കാശ്മീരിൽ നടന്ന ഭീകരമായ കൃത്യം നമുക്കറിയാം. അതിൻ്റെ പേരിൽ കേരളത്തിൽ എന്തൊക്കെ നാറേറ്റീവ്സ് ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം സിലു കണ്ടില്ലേ ഒരു ലിസ്റ്റ്, ഇപ്പോൾ 26 പേരുടെ മരിച്ചവരുടെ ലിസ്റ്റുണ്ട്, കൊല്ലപ്പെട്ടവരുടെ, മരിച്ചവരെന്നല്ല കൊന്നവരുടെ ലിസ്റ്റ്, കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റ് 26 പേര്. അതിലൊരു ഫേക്ക് ഉണ്ടാക്കിയിരിക്കുന്നു, 15 പേർ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരു ബദൽ ലിസ്റ്റ് ഉണ്ടാക്കി ഇവിടെ വ്യാപകമായി കേരളത്തിലും. ന്യൂസ് 24 എന്ന് പറയുന്ന ഏതോ ഒരു ചാനലിൽ വന്ന വാർത്തയാണെന്ന് പറഞ്ഞ് പകുതി പേർ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞൊരു ഫേക്കായിട്ട് മലയാളത്തിൽ വരെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. ആ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൽ എടപ്പള്ളി രാമചന്ദ്രൻ ഒന്നുമില്ല, അതിനൊക്കെ പകരം വേറെ മുസ്ലിം പേര് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഇരകൾ മുസ്ലിങ്ങളും ഇരകളാണ്. ഇവർ വേട്ടക്കാരായി കൊന്നിട്ട് ഇരാവാദം ഉയർത്തും, എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ, ഞങ്ങളെ കുറ്റം പറയുന്നേ, ഞങ്ങളോട് അങ്ങനെ പറയാമോ, ഞങ്ങളെ ആക്ഷേപിക്കുന്നേ, ഞങ്ങളെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നേ എന്നൊക്കെ പറഞ്ഞൊരു നാറേറ്റീവ്സുമായിട്ട് വരും. ഈ പ്രശ്നം ഉണ്ടാക്കും, ചുണ്ടങ്ങ കൊടുത്ത് വഴുതനങ്ങ മേടിച്ചിട്ട് നിലവിളിക്കും എന്ന് പറയുന്നത് പോലെയാണ്. എന്നാൽ അതിനേക്കാളും ഭീകരമാണ്, രാജ്യം നടുങ്ങി നിൽക്കുന്ന ഒരു കുതിരക്കാരൻ കൊല്ലപ്പെട്ടു, അതെ ശരി, അത് നമുക്ക് മാറ്റി നിർത്താം. ബാക്കിയുള്ള 25 പേരും ഹിന്ദുക്കളാണ്. അതിന് പകരം ഇവിടെ 15 പേരുടെ പേരുകൾ കൃത്രിമമായി ഉണ്ടാക്കി വ്യാപകമായി മലയാളത്തിൽ വരെ പ്രചരിപ്പിച്ചു. വെറുതെ ആളുകളൊന്നുമില്ല, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങി സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ആളുകൾ പോലും അവരുടെ ഗ്രൂപ്പുകളിൽ അക്കൂട്ടത്തിൽ കൊല്ലപ്പെട്ട 15 പേര് മുസ്ലിങ്ങളാണെന്നുള്ള കള്ളക്കഥ പ്രചരിപ്പിച്ചു. സത്യത്തിൽ കേസെടുക്കേണ്ടതല്ലേ? അപ്പോൾ നോക്കൂ, ഇവർ ഇത് ചെയ്തിട്ട് അതിനെ മറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും? എന്നാൽ ഞാൻ ആലോചിക്കുകയാണ്, കേരള സർക്കാർ, കേരളത്തിലെ മുഖ്യമന്ത്രി അനുഭവിച്ചതായിട്ട് കണ്ടോ? ഇല്ല. അപലപിച്ചോ? ഇല്ല. കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി? കോൺഗ്രസ് പാർട്ടി നോക്കൂ, കോൺഗ്രസ് പാർട്ടിയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതികരണം, ഇത് സംശയമുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണം പാകിസ്ഥാനിൽ വരെ ഷെയർ ചെയ്യപ്പെട്ടു. എക്സിലെ പ്രതികരണം, ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യണമെന്ന് സിദ്ധരാമയ്യ പറഞ്ഞത് പാകിസ്ഥാനിൽ വരെ ഷെയർ ചെയ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധി ഈ ആദിൽ എന്ന് പറഞ്ഞ കുതിരക്കാരൻ്റെ വീട്ടിൽ പോയി. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി 25 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഒരൊറ്റ ആളുടെ വീട്ടിൽ പോയോ? അപ്പോൾ എവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ കൂറ് കിടക്കുന്നത്? കോൺഗ്രസിൻ്റെ കൂറ് കിടക്കുന്നത് ഒരു പ്രത്യേക സമുദായത്തോടാണ്. അതിൻ്റെ ഭാഗമായി മതം ചോദിച്ചു കൊന്നു എന്നുള്ളത് മറച്ചു വെക്കാൻ വേണ്ടി ഞങ്ങളും കൊല്ലപ്പെട്ടു, ഞങ്ങളുടെ ആളുകളും ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ കള്ള ലിസ്റ്റ് മലയാളത്തിൽ വരെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന് കേസെടുക്കേണ്ടതാണ്. പക്ഷേ കേരളം ഇവർക്ക് സുഖപ്രദമായ ഒരു സ്ഥലമായതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ പോലീസും നടപടിയെടുക്കത്തില്ല. കാരണം ഈ വ്യാജ വാർത്ത പറഞ്ഞ് ആളുകളിൽ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഞങ്ങളുടെ 15 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ബാക്കി 11 ഹിന്ദുക്കളെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ ക്രൂരമായ കൂട്ടക്കൊലയെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ. അപ്പോൾ അതിൻ്റെ ഭാഗമായി കാശ്മീരിൽ ഇപ്പോൾ നോക്കൂ, ഇന്ന് ഒമർ അബ്ദുള്ളയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. ഒമർ അബ്ദുള്ള പറയുന്നത്, ഞാൻ പറയില്ല ഇപ്പോൾ സംസ്ഥാനത്തിന് പൂർണ്ണ പദവി വേണം എന്ന്, സ്റ്റേറ്റ് ഹുഡ് വേണം എന്നുള്ളത് ഞാനിപ്പോൾ ആവശ്യപ്പെടത്തില്ല എന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു. കാരണം ഞാൻ ചോര കണ്ടിരിക്കുക, കുഞ്ഞുങ്ങളുടെ മുന്നിലാണ് അച്ഛന്മാർ ചോര ചിന്തി വീണത്. വിവാഹം കഴിച്ചിട്ട് 2-3 ദിവസം മാത്രമുള്ള പെൺകുട്ടികളുടെ കണ്ണീരുണങ്ങിയിട്ടില്ല. അതുകൊണ്ട് ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി വേണമെന്ന് ഞാൻ ആവശ്യപ്പെടില്ല. മാത്രമല്ല ഇത് എൻ്റെ വീഴ്ചയാണ്, ഞാനാണ് അവരുടെ ആതിഥേയൻ. എൻ്റെ നാട്ടിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ടാണ് വന്നത്. അവർ കൊല്ലപ്പെട്ടതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് ഒമർ അബ്ദുള്ള പറയുന്നു. ഒമർ അബ്ദുള്ളയുടെ വീഴ്ച വളരെ പ്രധാനമാണ്. കാരണം അമർനാഥ് തീർത്ഥാടനം തുടങ്ങുന്ന സമയത്ത് മാത്രം തുറന്നു കൊടുക്കേണ്ടുന്ന ഈ താഴ്വര, ഈ പുൽത്തകിടി സൈന്യത്തെ, കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെ എന്തുകൊണ്ട് ഈ മാസം 20-ാം തീയതി തുറന്നു കൊടുത്തു എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും ഒമർ അബ്ദുള്ള ഇന്ത്യയുടെ കൂടെ, കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ അടിയുറച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ സർക്കാരാണ്. ആഭ്യന്തര കാര്യം മാത്രമാണ്, സുരക്ഷാ കാര്യങ്ങൾ മാത്രമാണ് കേന്ദ്രം നോക്കുന്നത്. ആ സർക്കാരുടെ മുൻകൈ എടുത്തിട്ടാണ് ഈ ഭീകരരുടെ വീടുകൾ തകർത്തത്. അതിനു മുമ്പേ അവരൊക്കെ മാറി. അവിടുത്തെ ഓരോ വീടിൻ്റെയും ചിത്രം പുറത്തു വരുന്നുണ്ട് സിനു.
ഓരോ വീടിലും ബങ്കറുകളുണ്ട്. ബങ്കറുകൾ തുറന്ന് ഭീകരർക്ക് ഒളിച്ചിരിക്കാനുള്ള അറ എല്ലാ വീടുകളിലും ഉണ്ട്. പല വീടിൻ്റെയും ചിമ്മിനികളിലും മറ്റ് സ്ഥലങ്ങളിലും ഭീകരർക്ക് ഒളിച്ചിരിക്കാനുള്ള അറകൾ നിർമ്മിച്ചുകൊണ്ടാണ് വീടുണ്ടാക്കുന്നത്. ലോക്കലായിട്ട് വലിയ സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തരം സഹായം കിട്ടിയിട്ടുള്ള ആളുകളുടെ ബലത്തോടെയാണ് ഈ ഭീകരർ ഇവിടെ വന്ന് ഒളിച്ച് താമസിച്ച് മാസങ്ങളോളം താമസിച്ചിട്ട് ഈ കൂട്ടക്കൊല നടത്തിയത്. ഇപ്പോൾ ഇവർ ചിലർ ചോദിക്കുന്നുണ്ടല്ലോ, അതിർത്തി കടന്ന് 6 പേർ ഇത്രയും തോക്കുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്രം എന്ത് ചെയ്യുകയാണ്, കേന്ദ്രം കണ്ടുപിടിച്ചില്ലേ? അങ്ങനെയൊന്നുമില്ല. രാവിലെ ഇവർ തോക്കും എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് അതിർത്തി ചാടിക്കും പോരുമൊന്നുമില്ല. ഇവർ നുഴഞ്ഞു കയറി ഇവിടെ കിടക്കും. കടന്നു കഴിഞ്ഞാൽ വേറെ മാർഗത്തിലൂടെ തോക്കൊക്കെ എത്തും. അതുവരെ മറ്റു വീടുകളിൽ സുരക്ഷിതരായിട്ട് താമസിക്കും. അങ്ങനെ കാലങ്ങളെടുത്ത് സമയമെടുത്തിട്ടാണ് ഈ ഭീകരർ കയറി വരുന്നത്. അതിർത്തിയിലൂടെ പണ്ടത്തെ പോലെ നുഴഞ്ഞു കയറിയാൽ ചിലപ്പോൾ ആ നിമിഷം തന്നെ വെടികൊണ്ട് ചാവുന്ന തരത്തിൽ നമ്മൾ അതിർത്തിയുടെ സർവൈലൻസ് ഒക്കെ ഭയങ്കര കൂട്ടിയിട്ടുണ്ട്. 144 പേരെയാണ് കഴിഞ്ഞ വർഷം മാത്രം 2024 മാത്രം സുരക്ഷാ സേന അതിർത്തി കടക്കുന്നതിനിടയ്ക്ക് വെടിവെച്ചു വന്നത്. അതുകൊണ്ട് ഇവർ ഏതെങ്കിലും തരത്തിൽ ആയുധങ്ങളൊന്നുമില്ലാതെ ഇവിടെ കടന്നു വന്നിട്ട് പിന്നീട് പലതരത്തിൽ രഹസ്യമായ ആയുധങ്ങളൊക്കെ കടത്തി കൊണ്ടുവന്ന് സജ്ജരാവുന്നതിന് മാസങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ പൈൻമരക്കാട്ടിൽ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഗ്യാസ് കുറ്റി, ബ്ലാങ്കറ്റ്, ഭക്ഷണം ഇതെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ള വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെ കിട്ടി ഇവർക്കിത്? കാലങ്ങളായിട്ട് അവർക്ക് തദ്ദേശീയർ സഹായിക്കുന്നുണ്ട്. അവിടുത്തെ വീടുകളിലെല്ലാം ഈ ഒളിയിടങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന വീഡിയോ എത്ര എണ്ണം പുറത്തു വന്നു, എത്ര വീഡിയോകൾ വന്നു. അതുകൊണ്ട് അവിടുത്തെ തദ്ദേശവാസികൾക്കും അറിയാം പലരും ഭീകരരെ സഹായിക്കുന്നവരാണ്. നോക്കൂ, ഇത്ര വലിയ കാശ്മീരിൽ ഇതിനു മുമ്പ് കിട്ടുന്നുണ്ടോ? കാശ്മീരിൽ ഹൂറിയത്തിൻ്റെ നേതാക്കന്മാരും മെഹബൂബ ഉൾപ്പെടെയുള്ളവരും ലാൽ ചൗക്കിലേക്ക് ജാഥ നടത്തുന്നു. ഹൂറിയത്ത് ഇതാദ്യമായി ഭീകരർക്കെതിരെ ബന്ദ് നടത്തുന്നു. സാറിന് ഇന്ത്യക്കെതിരെ ഇന്ത്യക്കാർ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ട്, ഇന്ത്യൻ ആർമി പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഹൂറിയത്തൊക്കെ ബന്ദ് നടത്താറുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടെ ഇന്ത്യ സർക്കാരിൻ്റെ നിലപാടിനെ പിന്തുണച്ച് ഭീകരതയ്ക്കെതിരെ നിലപാടെടുത്ത് ബന്ദ് നടക്കുന്നു. ഇതല്ല. പിന്നെ നോക്കൂ, മുമ്പ് കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഭീകരൻ്റെ വീടിന് നേരെ ഒരു കല്ലെങ്കിലും എടുത്തെറിഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി അതിനെ ചെറുക്കുമായിരുന്നു. വീടൊക്കെ ബുൾഡോസർ വെച്ച് ഇടിച്ച് ഒളിക്കുകയും ബോംബ് വെച്ച് തകർക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരൊറ്റ ആളും പ്രതിഷേധിക്കാൻ വന്നില്ല. കാരണം അവർക്ക് കാശ്മീരികൾക്ക് മടുത്തു. ഇനി ഞങ്ങൾക്ക് ജീവിക്കണം. ഗാസയിലെ ജനങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിരന്തരം മരണത്തിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് ഗാസയിലെ ആളുകൾ ഹമാസിനോട് പറഞ്ഞ പോലെ പാകിസ്ഥാൻ്റെ പിന്തുണയുള്ള ഭീകരവാദികളോട് അവിടുത്തെ ജനങ്ങളിൽ ഒരു നല്ല വിഭാഗം പറയും ഞങ്ങൾക്ക് ജീവിക്കണം. അവർക്കിപ്പോൾ തൊഴിലുണ്ട്, വൈദ്യുതിയുണ്ട്, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിയുണ്ട്, സുഖമായി ജീവിക്കാൻ പറ്റുന്നുണ്ട്, അവർക്ക് വരുമാനമുണ്ട്. എല്ലാവർക്കും ഈ ചത്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്ന് ചില ഭ്രാന്തന്മാർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മുഴുവൻ പേരും അങ്ങനെയൊന്നുമല്ല. ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ളൊരു വിഭാഗം ഇന്ത്യ സർക്കാരിന് 370 സ്ക്രാപ്പ് ചെയ്തതിന് പോലും അനുകൂലമായി, അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതുന്ന തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ ജമ്മു കാശ്മീരിലുണ്ട്. അതുകൊണ്ടാണ് 17 വീടുകൾ നശിപ്പിച്ചു. 17 വീടുകൾ നശിപ്പിച്ചിട്ടും ഒരിടത്തും ഒരു പ്രതിഷേധം പോലും ഉണ്ടായില്ല. കാരണം ആ വീടുകളിലൊക്കെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വലിയ ആയുധപ്പുരയായിരുന്നു, സ്ഫോടക വസ്തുക്കളൊക്കെ ഇരിക്കുകയാണ്. ആ വീടാണ് സ്ഫോടനത്തിലൂടെ തകർത്തത്. ബാക്കിയെല്ലാം ബുൾഡോസർ വെച്ച് നശിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ വീടുകൾ നശിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ വന്നിരിക്കുക. കാരണം ഭീകരവാദികളെ ഒളിപ്പിൽ താമസിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്യുന്ന ആളുകൾ. ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടു. അഭിമാനത്തോടെ ഒരു മുസ്ലിം ബുർഖയിട്ട സ്ത്രീ പറയുകയാണ്, എൻ്റെ സഹോദരൻ മുജാഹിദിനാണ് എന്ന് പറഞ്ഞാൽ മുജാഹിദിന് അവൻ പോരാളിയാണെന്ന്. ആർക്കെതിരെയുള്ള പോരാളി? ഇന്ത്യക്കെതിരെയുള്ള പോരാളി. ഇന്ത്യയിലെ ആർക്കെതിരെയുള്ള പോരാളി? ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കെതിരെയുള്ള പോരാളി. എന്ത് പോരാട്ടം നടത്തുന്നത്? വെടിയുണ്ട കൊണ്ടുള്ള പോരാട്ടം. അതായത് അവൻ്റെ പേര് ചോദിച്ച്, മതം ചോദിച്ച്, അതും കൂടാതെ വെരിഫൈ ചെയ്യാനായിട്ട് അടിവസ്ത്രം അടിച്ചു മാറ്റി പരിശോധിച്ച് വെടിവെച്ച് കൊല്ലുന്ന പണി നടത്തുന്നതിനാണ് മുജാഹിദിൻ എന്ന് പറയുന്നത്. ആ മുജാഹിദിനാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു സ്ത്രീയുടെ ചിത്രം കണ്ട് വീട്ടിലിരുന്ന് അത്തരം ആളുകളുടെ വീടുകളിലെ നിലവറയ്ക്കുള്ളിൽ ഇനിയും ഭീകരവാദികൾ ഒളിച്ചിരിക്കും. ലോക്കൽ സപ്പോർട്ടുണ്ട്. ലോക്കൽ സപ്പോർട്ടുള്ള ആളുകളെ, ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ആളുകളെ ഈ രാജ്യത്ത് താമസിപ്പിക്കാൻ പറ്റുന്ന ആളുകളല്ല. അവർ വല്ല അഭയാർത്ഥി കേന്ദ്രത്തിൽ പോയി താമസിക്കട്ടെ. ആ വീടുകൾ പൊളിച്ചു കളയുന്നു എന്നതിന് അനുകൂലമായി PDP വന്നിട്ടില്ല. പൊളിക്കരുതെന്ന് പറഞ്ഞൊരു ജമ്മു കാശ്മീരിലെ PDP, അവരാണല്ലോ തീവ്ര നിലപാടുള്ള ഒരു പാർട്ടി. ഹൂറിയത്ത് വന്നിട്ടില്ല. നാഷണൽ കോൺഫറൻസിന്റെ സർക്കാർ സർവ്വ പിന്തുണയാണ്. അപ്പോൾ ഭീകരവാദികൾക്ക് അനുകൂലമായി നിലപാടെടുക്കൊണ്ടുള്ള പാരമ്പര്യമുള്ള കാശ്മീരിലെ ഒരൊറ്റ സംഘടന പോലും ഈ വീടുകൾ പൊളിച്ചു കളഞ്ഞതിൽ ഇന്ന് വരെ പ്രതിഷേധം പറയാതിരിക്കുമ്പോഴാണ് CPMന്റെ തരിഗാമി
ഇപ്പോൾ വന്നിട്ട് അയ്യോ പാവപ്പെട്ട ഭീകരൻ്റെ വീട് പൊളിക്കാമോ ശരിയാണ്. അത് ശരിയാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി എക്കാലത്ത് വാളുടെ കൂടെയാണ്. ഇവിടെ നോക്കുക, കേരളത്തിൽ ഈ നമ്മുടെ ഒരു മലയാളി ഉൾപ്പെടെ കൊല്ലപ്പെട്ടിട്ട് DYFI ഒരു അനുശോചനക്കുറിപ്പ് ഇറക്കിയോ, SFI ഇറക്കിയോ, CPM ഇറക്കിയോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇവരെന്താ എവിടെ നിൽക്കുന്നത്? ആരുടെ കൂടെയാണ്? എന്താ MA ബേബി പറഞ്ഞത്? ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതുകൊണ്ട് കാശ്മീരിലെ ജനങ്ങൾ അസ്വസ്ഥരാണ്, അതിൻ്റെ പ്രതിഫലനമാണ് ഈ ആക്രമണമെന്ന്. അപ്പോൾ ഇത് ആരാണ്? ഈ ആക്രമണം നടത്തിയ പാകിസ്ഥാനികൾക്കാണ് അസ്വസ്ഥത. ജമ്മു കാശ്മീരിലുള്ള ജനങ്ങൾ മുഴുവൻ അവിടെ ഈ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങുകയാണ്, ഇന്ത്യ സർക്കാരിന് പിന്തുണ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിൻ്റെ തിരിച്ചടിയാണ് എന്ന് ഇവർ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? തിരിച്ചടിയാണെങ്കിൽ ആരുടെ തിരിച്ചടി? പാകിസ്ഥാൻ്റെ തിരിച്ചടി. അപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ പാടില്ല, പാകിസ്ഥാൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തോന്നുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പാകിസ്ഥാന് വിധേയരായി പാകിസ്ഥാൻ്റെ തിട്ടൂരങ്ങൾ അനുസരിച്ച് ഇന്ത്യ പ്രവർത്തിക്കണമെന്നല്ലേ ബേബി പറയുന്നത്? ബേബി പ്രായമാകും തോറും ബേബിയുടെ ബുദ്ധി ബേബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തലച്ചോറ് മുരടിച്ച് താഴത്തോട്ട് പോവുകയാണോ എന്ന് സംശയിച്ചാൽ, അങ്ങനെ സംശയിക്കുന്നവന്മാർ മണ്ടന്മാരാണെന്ന് പറയും. കാരണം ഇവരുടെ അടിസ്ഥാനപരമായ ചിന്താഗതി ഇന്ത്യയിലെ ഭീകര സംഘടനകൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് തന്നെയാണ്. ഏതായാലും തരിഗാമി ഇപ്പോൾ വന്നിരിക്കുന്നു, ഭീകരന്മാരുടെ വീട് പൊളിക്കരുത് എന്ന് ഇന്ന് മീഡിയ വണ്ണിൽ ചർച്ചയുണ്ടാവും. നാളെ മുതൽ കേരളത്തിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിരന്തരം ചർച്ചയുണ്ടാവും. നാളെ വേണമെങ്കിൽ കേരളത്തിൽ CPM കാശ്മീരിൽ പൊളിച്ച ഭീകരരുടെ വീടുകൾ പുനർനിർമ്മിക്കാനുള്ള ഒരു ഫണ്ട് ശേഖരണവും ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും CPMൻ്റെ തനിനിറം പുറത്തായിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.